വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച 4 വർഷ ബിരുദ കോഴ്സിന് കഴിഞ്ഞ ദിവസം കേരളത്തിൽ തുടക്കമായതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പുത്തൻ ഉണർവിൽ. വിദ്യാർത്ഥികളിലെ പഠന മികവിനൊപ്പം അവരുടെ കാര്യനിർവഹണ ശേഷിയും നിലവാരവും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങളുടെ പെരുമ്പറ മുഴക്കുമെന്ന ഉറപ്പാണ്. പൗരാണികമായ സർവകലാശാല നിയമങ്ങളെയും കീഴ്വഴക്കങ്ങളെയും കുടഞ്ഞെറിയാൻ ഉദ്ദേശിച്ചുകൊണ്ട് സർക്കാർ ആവിഷ്കരിച്ച ഈ നൂതന പദ്ധതിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. നാല് വർഷ ബിരുദ കോഴ്സുകൾ എന്നത് ഒരു ത്രിവത്സര ബിരുദ കോഴ്സുകളിലേക്ക് കേവലം ഒരു അധിക വർഷം ചേർക്കുന്നത് മാത്രമല്ല, വിദ്യാർത്ഥികളിൽ വിവിധ വിഷയങ്ങളിലുള്ള നൈപുണ്യവും അഭിരുചിയും വളർത്തുന്നതിനായി അധ്യാപക രീതികളുടെയും പഠന സമ്പ്രദായങ്ങളുടെയും മൂല്യനിർണ്ണയത്തിന്റെയും ഒരു സമൂല പരിഷ്കരണമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. പഠനം ക്ലാസ് മുറിയിൽ നിന്നും ആരംഭിക്കുന്നതിനൊപ്പം ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഫീൽഡ്, വ്യാവസായിക സന്ദർശനങ്ങളുടെ സാധ്യതകളും കൂട്ടായ ചർച്ചകൾ, അഭിമുഖങ്ങൾ, സെമിനാറുകൾ, വീഡിയോ അവതരണങ്ങൾ തുടങ്ങിയ നവീന സംവേദനാത്മക രീതികളിലൂടെയായിരിക്കും പഠനവും അധ്യാപനവും. വിദ്യാർത്ഥികളുടെ ഇത്തരം പ്രവർത്തനങ്ങളിലുള്ള പ്രകടനം കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും അവരുടെ മൂല്യനിർണ്ണയം. വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വഴക്കവും സ്വാതന്ത്ര്യവും നൽകുക എന്ന സമീപനത്തോടെയാണ് ഈ പാഠ്യപദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക് താല്പര്യങ്ങളോടൊപ്പം തന്നെ തൊഴിൽ താല്പര്യങ്ങളും കണക്കിലെടുത്ത് ഡിഗ്രി കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ ഈ സംവിധാനത്തിലൂടെ അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയർ അഭിലാഷങ്ങൾക്ക് അനുസൃതമായി അവരുടെ പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാൻ എല്ലാ കോളേജുകളിലും അക്കാദമിക് കൗൺസിലർമാർ ഉണ്ടാകും. കൂടാതെ കോഴ്സ് സമയത്ത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അന്തർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ തേടാൻ അവസരം ലഭിക്കും. 3 വർഷത്തിനുള്ളിൽ കോഴ്സിന്റെ 177 ക്രെഡിറ്റുകൾ പൂർത്തിയാക്കുന്നവർക്ക് UG ഓണേഴ്സ് ബിരുദം നൽകും. ക്രെഡിറ്റ് ആവശ്യകതകൾ സുരക്ഷിതമാക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ആ കാലയളവിനുള്ളിൽ തന്നെ ബിരുദം പൂർത്തീകരിക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. ഇത് N-1 സിസ്റ്റം എന്ന് അറിയപ്പെടും. മാത്രമല്ല, സാധാരണ കോളേജ് കോഴ്സുകൾക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് UG പ്രോഗ്രാം ഉപയോഗിക്കാവുന്ന ക്രെഡിറ്റുകൾ ലഭിക്കുവാനായി ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുവാനുള്ള അവസരവുമുണ്ട്. വിദ്യാർത്ഥിയും അധ്യാപകനും ചേർന്ന് നടത്തുന്ന ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് അക്കാദമിക് ക്രെഡിറ്റിനെ കണക്കാക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് തിയറിയുടെ 1 ക്രെഡിറ്റ് ലഭിക്കണമെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ 45 മണിക്കൂർ പഠന പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കണം. സെമിനാറുകൾ, അസൈൻമെന്റുകൾ, ഫീൽഡ് വിസിറ്റുകൾ, അഭിമുഖങ്ങൾ തുടങ്ങി കോഴ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥിയുടെ 15 മണിക്കൂർ പ്രഭാഷണവും 30 മണിക്കൂർ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടും. പ്രായോഗികമായ 1 ക്രെഡിറ്റിനായി ഓരോ സെമസ്റ്ററിലും 30 മണിക്കൂർ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഫീൽഡ് ലെവൽ പഠനത്തിൽ 1 ക്രെഡിറ്റ് നേടുന്നതിന് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ 1 സെമസ്റ്ററിനായി 45 മണിക്കൂർ ചെലവാക്കണം. ബിരുദ പഠനത്തിലുള്ള സാമ്പ്രദായിക നിഷ്കർഷങ്ങളെയെല്ലാം തകിടം മറിച്ച് വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ അവസരങ്ങളുടെ ഒരു ജാലക കാഴ്ച ഒരുക്കുകയാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ. നിലവിലെ സമ്പ്രദായം അനുസരിച്ച് ഫിസിക്സ് ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് രസതന്ത്രവും ഗണിതവും സെക്കൻഡറി വിഷയങ്ങളായി നിർബന്ധമായും പഠിക്കണം. എന്നാൽ ഇതുപ്രകാരം ഫിസിക്സ് പ്രധാന വിഷയമായി തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സയൻസിനൊപ്പം സംഗീതമോ ജേർണലിസമോ സാഹിത്യമോ സാമ്പത്തിക ശാസ്ത്രമോ അവരുടെ സെക്കൻഡറി വിഷയങ്ങളാക്കാം. കൂടാതെ ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ കോഴ്സിനായി ഒന്നിലധികം സെക്കൻഡറി സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതുപോലെ പഠനത്തെ 2 വിഷയങ്ങളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാകും. ഈ പദ്ധതി പ്രകാരമുള്ള മറ്റൊരു പ്രധാന ഗുണം ഒരു വിദ്യാർത്ഥിക്ക് 7 വർഷത്തിനുള്ളിൽ മാത്രം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബിരുദ പഠനം പൂർത്തിയാക്കുവാനുള്ള അവസരമാണ്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ അവരുടെ ബിരുദ പഠനത്തിനിടെ ഒരു ഇടവേളയെടുക്കാം. തുടർന്ന് 7 വർഷ കാലാവധി പൂർത്തിയാക്കുന്നതിനുള്ളിൽ മടങ്ങി വന്ന അവരുടെ ബിരുദം കംപ്ലീറ്റ് ചെയ്യാം.
ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന വിദ്യാർത്ഥിക്ക് മറ്റൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠനത്തിനായി തിരഞ്ഞെടുക്കാം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾക്ക് വിദേശികൾക്കിടയിലും പ്രിയമേറുകയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അപേക്ഷിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഇതിന്റെ സൂചനയായാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ സ്കോളർഷിപ്പോടെ MG സർവകലാശാലയിലെ വിവിധ കോഴ്സുകൾക്ക് ഇതിനകം തന്നെ 58 രാജ്യങ്ങളിൽ നിന്നായി 885 വിദ്യാർത്ഥികളാണ് അപേക്ഷിച്ചിട്ടുള്ളത് എന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമൂല പരിഷ്കരണത്തിനുള്ള ആഗോള സ്വീകാര്യത വ്യക്തമാക്കുന്നതാണ്.